റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഭയങ്കര വാക്കാണ്. മുഅ്മിന് കളവ് പറയൂല. കളവ് പറയരുത് നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് തോന്നുന്ന നിസ്സാരമായ കാര്യമാണ് ഉസ്താദ് അയാൾ പറയുന്നത്, നമുക്കൊക്കെ അറിയുന്നതാണെന്ന് നമുക്ക് ഒരുപക്ഷെ തോന്നും. പക്ഷെ ആ വിഷയം വളരെ ഗൗരവമുള്ളതാണ്. കളവ് ഒരു നിലക്ക് നമ്മളെ ജീവിതത്തിൽ വരാൻ പാടില്ല, പ്രത്യേകിച്ച് നമ്മുടെ വാക്കിൽ പ്രവർത്തനത്തിൽ. കളവ് പ്രചരിപ്പിക്കരുത്. വാട്സപ്പിലും മറ്റൊക്കെ ഇങ്ങനെ പറയാ, ഇന്നാൽ ഇന്ന സാധനം തിന്നാൽ ക്യാൻസർ വരും എന്നിട്ട് ഏതെങ്കിലും ഒരു പലഹാരത്തിനെ പരിചയപ്പെടുത്തുക. നിങ്ങൾക്ക് എഴുന്ന അത് കിട്ടിയത് ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ്, നിങ്ങൾക്കറിയോ അത് ക്യാൻസർ ഉണ്ടാക്കുന്നതാണോ അല്ലയോ അറിയില്ല, പറയുന്ന കിട്ടിയാണ്. പറ്റൂല. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള 3 കാര്യങ്ങളുണ്ട്. ഹദീസിൽ കാണാം അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള 3 കാര്യങ്ങൾ. ഒന്ന് ഖീല വഖാൽ, കണ്ടതും കേട്ടതും പറയൽ. ബ്രാക്കറ്റില് കിട്ടിയതെല്ലാം വാട്സപ്പിൽ ഷെയർ ചെയ്യൽ. അത് ദുനിയാവിന്റെ കാര്യവും ഷെയർ ചെയ്യരുത്, ആഖിറത്തിന്റെ കാര്യവും അറിയാത്തത് ഷെയർ ചെയ്യരുത്. ആഖിറത്തിന്റെ കാര്യം അറിയാത്തത് ഷെയർ ചെയ്യാൻ പാടില്ല, കുറ്റാണത്. ഇന്നാൽ ഇന്ന സ്വലാത്ത് എല്ലിയാൽ 10 ലക്ഷം കൂലി കിട്ടും. ബ്രാക്കറ്റിൽ ഏതോ ഒരു കിതാബിന്റെ പേരും കാണുന്നുണ്ട്. എനിക്കറിയോ? ഇല്ല. പിന്നെ എന്തിനാ ഷെയർ ചെയ്യാൻ നിൽക്കും? ഹലോ ഉസ്താദ്, അത് ആരെങ്കിലും ചെല്ലി അതിന്റെ കൂലി ഇട്ടൂലേ? അങ്ങനെ ഇല്ലാത്ത പറയാനോ ഉറപ്പില്ലാത്ത പറയാനോ ഇസ്ലാമിൽ പറ്റില്ല. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമു, നിനക്ക് വിവരമില്ലാത്ത കാര്യം നീ പറയരുത്, ഇടപെടരുത്. ആ വിഷയം നീ വളരെ ശ്രദ്ധയോടെ മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റൂ. ഇന്നാൽ ഇന്ന സൂറത്ത് ഓതിയാൽ സ്വർഗത്തിൽ ഇങ്ങനെ കിട്ടും, എനിക്കറിയോ? ഇല്ല. പറയുന്ന കിട്ടിയാണ്. ഉറപ്പുണ്ടാ? അറിയില്ല, ഗ്രൂപ്പ് കിട്ടിയതാണ്. ചിലയാൾക്ക് ഇതന്നെ പണി, രാവിലെയും എഴുതരും അടിച്ച് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യല്. അയാളും നമ്മളും ഏതെല്ലാം ഗ്രൂപ്പിലുണ്ടോ ആ ഗ്രൂപ്പിൽ മൊത്തം ആ വീഡിയോ അയാൾ ഇട്ടിട്ടുണ്ടാവും. അത് 86 MB ഉണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. ഒരു നായ പൂച്ചനെ ഓടിക്കുന്നുണ്ടോ? വേറൊന്നും ഉണ്ടാവില്ല. ഇന്ന സാധനം തിന്നാൽ ട്യൂമർ വരുന്നു, ഇന്നാൽ ഇന്ന നമ്മുടെ കുട്ടികളുടെ അവസ്ഥ കേട്ടു നോക്കൂ, കണ്ടു നോക്കൂ, വീഡിയോ കണ്ടാൽ മുതലാകും എന്നിട്ടൊരു വീഡിയോ ഷെയർ ചെയ്യും. നമ്മളെ നാട്ടിൽ നടക്കുന്ന അവസ്ഥ, ഈ ന്യൂ ഇയറിൽ നമ്മളെ നാട്ടിൽ ഉണ്ടായ അവസ്ഥ, അതിന്റെ താഴെ ഈ ഉപ്പാപ്പ ഷെയർ ചെയ്തതിന്റെ താഴെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടി അടിയിൽ കമന്റ്, ഉപ്പാപ്പ ഇറ്റ് ഈസ് വെരി വെരി ഓൾഡ്, ഇത് 32 കൊല്ലം മുമ്പ് ഇക്വഡോറിൽ നടന്നതാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളെല്ലാം പോയില്ലേ? എല്ലാം പോയില്ലേ? എന്തിനാ നമ്മളെ വില കളയുന്നത്? അറിയാത്തത് നമ്മൾ ഷെയർ ചെയ്യരുത്. ഖീല വഖാൽ, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് കണ്ടത് മുഴുവനും പറയൽ, കിട്ടിയത് മുഴുവൻ ഷെയർ ചെയ്യൽ. കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടത് മുഴുവൻ പറയൽ തന്നെയാണ് കളവെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ ഹർത്താൽ, നിനക്കറിയോ? അല്ല പറയുന്നേക്കുന്നുണ്ട്. മാസപ്പിറവിയുടെ അന്നൊക്കെ ചില ആൾക്കാരുടെ ഓരോ മാജിക് കണ്ടിട്ടില്ലേ? എന്തിനാ നമ്മളൊക്കെ അതിനൊക്കെ നിൽക്കുന്നത്? നമുക്ക് ഉറപ്പുള്ള മാത്രം പറഞ്ഞാൽ മതി. പ്രത്യേകിച്ച് ഒരു ഹദീസൊക്കെ നബിവചനം എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ഒരു കാര്യം പറയുമ്പോ സൂക്ഷ്മത ഇല്ലെങ്കിൽ ആഖിറത്തിൽ കുടുങ്ങിപ്പോവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവറിയാന്ന് പറഞ്ഞാൽ സാധാരണ ഒരാളുടെ പേരിൽ കളവറിയുന്ന പോലെയല്ല. കളവിന്റെ വിധി ഹറാം. മുത്തുനബി തങ്ങളുടെ പേരിൽ കളവറിയൽ ഹറാം മാത്രമല്ല, വൻ ദോഷം. ഖാലൻ നബിയു എന്ന് മറ്റൊരു കാര്യം പറഞ്ഞാൽ അതെങ്ങാനും ഇല്ലാത്തതാണെങ്കിൽ നരക സീറ്റ് ഉറപ്പിച്ചോട്ടെ എന്ന ഹദീസ്. വൻ ദോഷമാണത്, വൻ ദോഷം. ഹറാമ് മാത്രല്ല, വൻ ദോഷം വന്നാ പിന്നെ അടിപൊളിയായി ഒള്ളെടുത്തോണ്ടോ നിസ്കരിച്ച സ്ഥലത്ത് ഇരുന്നോണ്ടോ ദോഷമൊന്നും പൊറുക്കൂല. തൗബ ചെയ്ത് പൂർപ്പിക്കണം. അതാണ് ഈ വൻ ദോഷം എന്ന് പറഞ്ഞാല്. അതാണ് പലപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നബിവചനം എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് പറയും. ഹദീസ് നമുക്ക് അറിയില്ലെങ്കിൽ പറയാൻ പാടില്ല. പിന്നെ നമ്മളെല്ലാം ഈ ദീൻ പറയുകയാണെങ്കിൽ പിന്നെ ഉസ്താദ്മാർക്കെല്ലാം എന്താ പണി? എല്ലാരും ഓൺലൈൻ മുഫ്തിമാരായാൽ ആലിമീങ്ങൾക്ക് എന്താ പണി? പിന്നെ അവരല്ലേ അത് ചെയ്യേണ്ടത്, നമ്മളാണോ? അപ്പൊ കണ്ടതും കേട്ടതും പറയരുത്.
അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള 3 കാര്യങ്ങളിലെ രണ്ടാമത്തതാണ് കസറത്തു സുആൽ, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക. ഉസ്താദ് നാട്ടിലേടെ എത്ര മക്കളുണ്ട്? അത്രേ ഉള്ളൂ. ശരി. ഗൾഫിൽ നിന്ന് വന്നാളോട് എപ്പാ വന്നേ, എപ്പാ പോന്നു? അല്ല എപ്പം പോയി എനിക്കെന്താ കാര്യം? ചിലയാളുടെ കൂടെ അല്ല റെയിൽവേ സ്റ്റേഷനിൽ ഒരു പരിപാടിക്ക് വരാൻ വേണ്ടിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി കയറിയാല് ഇവരെ ചോദ്യം കേട്ടാ വിചാരിക്കും നടന്നിട്ട് പോയാ മതിയേനു. എന്തെല്ലാം ചോദിക്കൽ റഹ്മാൻ, എന്തപ്പോ ചോദിക്കല്? നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം ചോദിക്കാം. ഒരാളെ നമ്മളെ നാട്ടിൽ കണ്ട്, എന്താ കാര്യം? ഇവിടെ എന്താ? ഇവിടെ ഒരു ചെറിയ ആവശ്യത്തിന് വന്നതാ. ചെറിയ ആവശ്യം എന്ന് വെച്ചാല് അല്ല, ഒരു ചെറിയ ആവശ്യം, എന്നാലും ഇവിടെ വരെ വന്നതാണ്. ഇവിടെ വരെ എന്ന് വെച്ചാൽ കുറച്ചപ്പുറം വരെ. കുറച്ചപ്പുറം വരെ എന്ന് വെച്ചാൽ എല്ലാം മോനെ വേറെ പണിയൊന്നുമില്ലേ? നമുക്ക് അങ്ങനത്തെ കൊറേ സൂക്കടുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു ഉസ്താദ് നേരത്തെ പരിപാടിക്ക് എത്തി ഏതെങ്കിലും ഒരു വീട്ടിൽ വിശ്രമിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ചിലയാള് വാതിൽ മുട്ടും. വിശ്രമിക്കാണോ? അതിന്റെ അർത്ഥം വിശ്രമിക്കാൻ വിടൂലെന്നോ? അതിന്റെ അർത്ഥം തന്നെ അതാണ്, വിശ്രമിക്കാൻ വിടൂല. നമ്മളുമായി ഉസ്താദ് ബന്ധമുണ്ടെന്ന് ലോകത്തെ എല്ലാവരുമായിട്ട് അറിയിച്ചാലേ നമുക്ക് റാഹത്താവുള്ളൂ. അങ്ങനെ നമുക്ക് ചെയ്യരുത്. ആവശ്യമില്ലാത്ത ഒരു ചോദ്യം ചോദിക്കരുത്. പെണ്ണുങ്ങന്മാര് നല്ലോണം ശ്രദ്ധിക്കണത്. അള്ളാഹ്ക്ക് വളരെ വെറുപ്പുള്ള കാര്യമാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക. ചോദിക്കരുത്. നമുക്ക് ഉപകാരം ഉണ്ടെങ്കിൽ മാത്രം ചോദിക്കുക. മാലിക് ഇമാമിനോട് ഒരാൾ ചോദിച്ച് നിങ്ങൾക്ക് എത്ര വയസ്സായി? മാലിക് ഇമാമ് തിരിച്ചു ചോദിച്ച് എനിക്ക് എത്ര വയസ്സായി എന്ന് അറിഞ്ഞിട്ട് എനിക്കെന്താ കാര്യം? ഒന്നുമില്ലല്ലോ, വിട്ടോളി. സക്കറിയ അൻസാരി റളിയല്ലാഹു അൻഹു ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒരു സ്റ്റൈൽ തന്നെ എന്താണെന്നറിയോ? ആരെങ്കിലും അവരെ കാണാൻ വേണ്ടി വന്നിട്ട് സംസാരം കൂടുതലാന്ന് കണ്ടാല് വേഗം ഒരു കിതാബ് എടുത്തു കൊടുക്കും. അയാൾക്ക് ആ കിതാബ് മനസ്സിലാവുകയാണെങ്കിൽ അവിടെ ഇരുന്ന് നോക്കിയാൽ ഉപകാരമായി. ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് പത്രമെല്ലാം കിട്ടിയിട്ട് ചിത്രമെല്ലാം നോക്കുന്ന മാതിരി നോക്കിയിട്ട് പോകും. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ ഇടപെടരുത്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യൻ നന്നാവൽ എപ്പോഴാന്ന് ഇസ്ലാം പറയുന്നുണ്ട്. എപ്പോഴാ നന്നാവുക? ഒരു മനുഷ്യൻ നല്ല മനുഷ്യൻ എന്ന് ഇസ്ലാം പറയണമെങ്കിൽ തർക്കുഹു മാ ലാ യഅനി, ആവശ്യമില്ലാത്ത കാര്യമെല്ലാം മാറ്റി നിർത്തണം. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടരുത്. ഒരു ഉസ്താദ് മഹലിൽ നിന്ന് ഒഴിവായി പോലും, ഒഴിവായാലും എന്താ? അത് കമ്മിറ്റിക്കാർ തീരുമാനിച്ചോണ്ട് നമ്മളെന്തിനാ അതിൽ ഇടപെടേണ്ടത്? അതിന് നമ്മളിടപെടേണ്ടത്. പക്ഷേ നമ്മളെ നാട്ടിലെ താത്താമാര് ആ വിഷയം ചർച്ചക്കെടുക്കും. എപ്പാ ചർച്ചക്കെടുക്കല്? റമദാനില് വനിതാ ക്ലാസ്സിന് വന്നാല്. അറിഞ്ഞാ എന്ത് പോയി പോലും ആര്? ആകാംക്ഷ ഇങ്ങനെ സ്ക്രൂ ഡ്രൈവർ ഇങ്ങനെ മുറുക്കിയിടും. ഉസ്താദ് പോയതല്ല, ഒഴിവാക്കിയതാണ്. എന്താ കാരണം? തുടങ്ങും ഗീബത്ത്. അരമണിക്കൂർ പറഞ്ഞ എന്റെ ഈ തുടങ്ങിയ പെണ്ണുങ്ങൾ എന്നെ പറയും, നല്ല സമയമായിട്ട് വെറുതെ ഫിത്തിനി ഫസാദ് മറ്റു സമാൻ കളയണ്ടല്ലോ. മുഴുവൻ നന്മകളും തീർന്നിട്ട് പെട്രോൾ എംറ്റി ആയി. പിന്നെ നിർത്തലല്ലാണ്ട് വണ്ടി നിർത്തലല്ലാണ്ട് വേറെ പണിയില്ലല്ലോ. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടരുത്. ഒരു നാട്ടിൽ ഒരു വിവാദം നടക്കുന്നുണ്ട്, നമ്മൾ ആവശ്യമില്ലേ ഇടപെടണ്ട. എന്തിനാ ഇടപെടുന്നത്? എല്ലാത്തിലും അഭിപ്രായം പറയണം. ചില ആൾക്കാര് എല്ലാ ഗ്രൂപ്പിലും ഉണ്ടാവുകയും ചെയ്യും, എല്ലാ വീഡിയോ കാണുകയും ചെയ്യും, എല്ലാത്തിലും വോയിസ് വയ്ക്കും. എല്ലാം എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? എല്ലാ ഗ്രൂപ്പിലും നമ്മൾ ഉണ്ടാവണ്ട. പ്രത്യേകിച്ച് ഇപ്പൊ പല ഗ്രൂപ്പുകളും ഹറാമിലേക്ക് എത്തുന്ന ഗ്രൂപ്പാണ്. അതിൽപ്പെട്ടതാണ് അന്യപെണ്ണും അന്യപുരുഷനൊക്കെ ഇടകലർന്നിട്ടുള്ള കുടുംബ ഗ്രൂപ്പ്, പഴയ SLC ബാച്ച് ഗ്രൂപ്പുകൾ, ഗെറ്റ് ടുഗദർ ഗ്രൂപ്പുകൾ. പണ്ട് ആൺകുട്ടിയും പെൺകുട്ടിയും നാണക്കേടവും വിഷമമൊക്കെ ഉള്ളതുകൊണ്ട് കണ്ണടിക്കാനും മിസ്സടിക്കാനൊക്കെ മടിച്ചിട്ടുണ്ടാവും, നാണിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഒരു കല്യാണം കഴിച്ച് 2-3 മക്കളൊക്കെ ഉമ്മിയൊക്കെ ആയി, വേറെ വേറെയായി. ഇപ്പം പേഴ്സണൽ ചാറ്റിങ് തുടങ്ങാൻ ഈ സ്കൂൾ ഗ്രൂപ്പുകളാണ് കാരണമാണ്. ജാഗ്രതയില്ലെങ്കിൽ വലിയ തെറ്റുകുറ്റങ്ങൾ കേൾക്കേണ്ടി വരും, കാണേണ്ടി വരും, കനത്ത വില നൽകേണ്ടി വരും. ആവശ്യമില്ലാത്തതിലൊന്നും നമ്മൾ ഇടപെടരുത്.